ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അലൈൻ ടൂൾ എങ്ങനെ ഓട്ടോകാഡ് ഫയൽ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഇവിടെ 2 CAD ബ്ലോക്സ് കാണാം. അതിൽ ആദ്യത്തേത് കറക്റ്റ് ഈ ലൈന് ലെവലായിട്ട് നിൽക്കുന്നതായി കാണാം. എന്നാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഈ ലൈന് അല്പം ചെരിഞ്ഞിട്ടാണ് അതിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതുപോലെ കറക്റ്റ് പൊസിഷനിൽ ഈ ടൂൾ ഉപയോഗിച്ച് നിർത്താം, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കീബോർഡിൽ നിങ്ങൾ ആദ്യം അലൈൻ ടൂളിൻ്റെ ഷോർട്ട് കീ ആയ AN എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പൊസിഷൻ തെറ്റി നിൽക്കുന്നത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും അലൈൻ സ്പെസിഫൈ ഫസ്റ്റ് സോഴ്സ് പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റാണ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു പെർട്ടിക്കുലറായിട്ട് അതിൻ്റെ പാരലായിട്ട് ഒരു ലൈൻ ഇവിടെ കാണാം. അപ്പോൾ ആ ലൈനിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ വീണ്ടും ചോദിക്കും അലൈൻ സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് സോഴ്സ് പോയിന്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തു. അതായത് രണ്ടറ്റത്ത് ആദ്യം ഇവിടെ ഒന്ന് കാണിച്ചു, രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഇവിടെയാണ്, ഈ ഒരു അറ്റത്താണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ലൈനിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ കൊടുക്കുക. എൻ്ററിൽ കൊടുക്കുമ്പോൾ ഇവിടെ യെസ് ഓർ നോ എന്നിവിടെ കാണാം. അവിടെ നോ കൊടുക്കുക. ഓക്കെ, ആ നോ കൊടുക്കുമ്പോൾ തന്നെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാം ആ ഒരു ഒബ്ജക്റ്റ് നേരെ നമ്മൾ ആദ്യം വരച്ച ലൈനിൻ്റെ പാരലായിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ടൂൾസ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.